കടല് പോലെ കിടക്കുന്ന PSCയുടെ സിലബസ് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാം? ഒരുപാട് നാളായിട്ട് പഠിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സിലബസ് മൂവ് ഓൺ ആവാത്ത പ്രശ്നം പലർക്കും ഉണ്ട്. എങ്ങനെയാണ് നമുക്കിത് 3x സ്പീഡിൽ പഠിച്ചു തീർക്കാനായിട്ട് കഴിയുന്നത്? ചിലപ്പോൾ 4 മാസമായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാമിനുള്ളത്. പക്ഷേ പഠിച്ച് എത്തുമ്പോഴത്തേനും സിലബസ് ഒട്ടും മൂവ് ആവാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്താണ്? ഒരു എക്സാം അടുക്കുമ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയിട്ട് ആദ്യം എപ്പോഴും ഹിസ്റ്ററി ആയിരിക്കും കിടക്കുന്നത്. അതിൽ നിന്നും കേരള ഹിസ്റ്ററിയിലെ ഒരു ഭാഗം എടുക്കുന്നു. നിങ്ങളെന്ത് ചെയ്യുന്നു? പഠിക്കുകയാണ്. പഠിച്ച് നല്ല രീതിയിൽ കാണാതെ പഠിച്ച് നിർത്തുന്നു. പിന്നെ വീണ്ടും അടുത്ത ദിവസം അടുത്തൊരു ടോപ്പിക്ക്, അങ്ങനെ ഒരുപാട് ടൈം പോകുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. എപ്പോഴും ചിലപ്പോൾ കേരള ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലോ ഒക്കെ മാത്രം സ്റ്റക്കായിട്ട് പോവുകയും പരീക്ഷ അടുക്കുമ്പോൾ ഒന്നും കംപ്ലീറ്റ് ആവാത്തൊരു ഫീല് വരികയും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ സിലബസ് ഫാസ്റ്റായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് കഴിയുന്നത്? നിങ്ങൾക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ സിലബസ് എടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ കാണാതെ പഠിച്ച് വായിക്കാനായിട്ട് നിൽക്കാതെ ജസ്റ്റ് ഒരു നല്ല മൈൻഡോടു കൂടി ഒരു തവണ അങ്ങ് വായിച്ച് വിടുക. ആദ്യമായിട്ട് വായിക്കുമ്പോൾ എല്ലാവരും അയ്യോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു ടെൻഷൻ മനസ്സിൽ കിടക്കുമ്പോൾ റിപ്പീറ്റഡ് റീഡിങ് അവിടെ നിന്ന് തന്നെ തുടങ്ങുകയും ടൈം ഒരുപാട് പോവുകയും ചെയ്യും. ആദ്യം നിങ്ങളൊരു ഫസ്റ്റ് ടൈം റീഡിങ് സെറ്റാക്കുക. നിങ്ങളുടെ സിലബസിലെ എല്ലാ ഭാഗങ്ങളും ഞാനിതെവിടെയോ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരു തവണ ഒന്ന് വായിച്ച് തീർക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ആദ്യത്തെ കുറച്ചു മാസം, ഒരു 1.5 മാസം 2 മാസം വേണ്ടി വരും എല്ലാം ഒന്ന് പരിചയപ്പെടാനായിട്ട്. നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, എല്ലാം ഒറ്റ തവണ ഒന്ന് റീഡ് ചെയ്ത് പോവുക. അപ്പോൾ അതിൽ കിട്ടുന്ന അടിവരയൊക്കെ ഇട്ട് പോവുക. മനസ്സിലാകുന്നെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ സിലബസ് ഒന്ന് പരിചയപ്പെടുക. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം ഒരു തവണ വായിക്കുക. അത് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഞാൻ എല്ലാവർക്കും ഒരു തവണ വായിച്ചു, ഇനി സെക്കൻഡ് ടൈം റീഡിങ്ങിൽ എനിക്കത് റിവിഷൻ നടത്താനും കുറച്ചും കൂടി ഇതാക്കാനും പറ്റും. ഒരു തവണ റീഡ് ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരാൾക്കത് എക്സാം ഹോളിൽ അറ്റൻഡ് ചെയ്യാനോ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊരു ഫീല് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെട്ട് എല്ലാം ഒരു തവണ വായിച്ചതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് റീഡിങ്ങിലേക്ക് കടക്കുക. സെക്കൻഡ് റീഡിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീണ്ടും ഇത് തന്നെ വായിക്കുക. വീണ്ടും ഒരു റിവിഷൻ പോലെ സെക്കൻഡ് ടൈം എല്ലാം റീഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ സമയം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഇയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് PSC ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സെക്കൻഡ് ടൈം റീഡിങ് എല്ലാത്തിലും നടത്തുക. അതിനുശേഷം വേണം നിങ്ങൾ മൂന്നാമത്തെ റീഡിങ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നാലാമത്തെ റീഡിങ് ചെയ്യാൻ എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വായിക്കാം. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഇതൊക്കെ കാണാതെ പഠിച്ച് വരുമ്പോഴത്തേനും ഒത്തിരി ടൈം പോകുന്നു, എന്നാൽ സിലബസ് ഒട്ടും കംപ്ലീറ്റ് ആവത്തില്ല. എക്സാം ടൈം ആകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രം സ്റ്റക്കാവും, നിങ്ങൾക്ക് എല്ലാം പഠിക്കാനായിട്ടും കഴിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാതെ ഒന്ന് വായിച്ച് തീർക്കുക. അതിൽ നിന്നും ചിലപ്പോൾ 2 ക്വസ്റ്റ്യനൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തുള്ളൂ. സെക്കൻഡ് ടൈം അതേ കാര്യങ്ങൾ തന്നെ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തേർഡ് ടൈം റീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങളുടെ മനസ്സിൽ അത് ആഴത്തിൽ പതിയും. അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ എല്ലാ സിലബസ് ഒന്ന് ഓടിച്ച് ഒരു വായന നടത്തണം. അല്ലാതെ ആദ്യമായിട്ട് പഠിക്കാതിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്ന രീതിയിൽ പഠിക്കാനിരിക്കുകയാണെങ്കിൽ സമയവും പോവും. എക്സാം ടൈം ആകുമ്പോൾ സിലബസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റത്തില്ല. ഈ രീതിയിൽ ആദ്യ തവണ തന്നെ എല്ലാം വായിച്ചു തീർക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡാവും. ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളൊരു ചിന്ത വരും. എനിക്കിത് പറ്റും, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇനി ഒന്നും കൂടെ പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള കാര്യം വരും. പക്ഷേ ആദ്യം തന്നെ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ഇനി അങ്ങോട്ട് കിടക്കുക, ഒരു കോൺഫിഡൻസും കിട്ടത്തില്ല, എനിക്കിത് തീരത്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തയാവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഒന്ന് പരിചയപ്പെട്ടിട്ടൊന്ന് ശ്രമിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആകെയുള്ള മാസത്തെ നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്യുക. ആകെ 3 മാസമേ ഇനി പരീക്ഷയ്ക്കുള്ളെങ്കിൽ ഫസ്റ്റ് മന്തിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം റീഡിങ് എല്ലാ സബ്ജക്റ്റുകളും നടത്താനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് മന്തിൽ സെക്കൻഡ് ടൈം റീഡിങ്, തേർഡ് മന്തിൽ തേർഡ് മന്ത് റിവിഷൻ പ്ലസ് പ്രോപ്പർ സ്റ്റഡി ആയിട്ട് അവിടെ നടത്തുക. ഒരുപാട് നിങ്ങളിപ്പോൾ പഠിക്കുന്ന രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് എക്സാമിന് കാണാനായിട്ട് കഴിയും. സിലബസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടും കാണും. അപ്പോൾ ഈ ഒരു മെത്തേഡ് പരിശോധിച്ച് നോക്കുമല്ലോ ഇനി തൊട്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.